സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ ചിലതെല്ലാം സംഭവിക്കുമ്പോൾ അതെന്തിന്, എന്തുകൊണ്ട് എന്ന് ചിലപ്പോൾ നമ്മളും സംശയിച്ചു പോകും. കാലത്തിൻ്റെ പൂർണ്ണതയിലാണ് അതെന്തിന്, എന്തുകൊണ്ട് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുക. ചിലപ്പോൾ ഇന്നത്തെ ചില തകർച്ചകൾ, നൊമ്പരങ്ങൾ നാളത്തെ നന്മകളായി മാറാം. ചില താൽക്കാലിക ആഹ്ലാദങ്ങൾ പിന്നീട് ദുരിതമായും മാറാം. അപ്പോൾ എന്തെങ്കിലും വരുമ്പോൾ ഉടനെ അസ്വസ്ഥരാകരുത്. ഒരു നൊമ്പരം, ഒരു തകർച്ച വരുമ്പോൾ എല്ലാം കഴിഞ്ഞു എന്ന് ചിന്തിക്കരുത്. ദൈവത്തിന് ഒരു പ്രത്യേക രീതിയുണ്ട്. അവൻ ചിലപ്പോൾ ഫുൾ സ്റ്റോപ്പ് പോലെ ചിലതൊക്കെ തോന്നിക്കും, പക്ഷെ പിന്നീട് മായ്ച്ച് അത് കോമയാക്കി മാറ്റും. 9 വാതിലുകൾ അടയ്ക്കുമ്പോൾ ഒരു ജനൽ തുറക്കുന്നവനാണ് ദൈവം. ആ പ്രത്യാശ ജീവിതത്തിൽ വേണം. എൻ്റെ എല്ലാം കഴിഞ്ഞു, എൻ്റെ എല്ലാം തീർന്നു, ഇതിൻ്റെ അവസാനമാണ് എന്നൊരിക്കലും ചിന്തിക്കരുത്. ചിലപ്പോൾ അവസാനമെന്ന് വരുന്ന പലതും അവസാനിക്കാത്ത ഭാഗ്യത്തിൻ്റെ ആരംഭമായി ദൈവത്തിന് മാറ്റാൻ പറ്റും. അത് ഓർമ്മയിൽ നമ്മൾ സൂക്ഷിക്കണം. എനിക്കൊരു സ്നേഹിതനുണ്ട്, അങ്ങ് ഷാർജ ആജ്മാൻ ഭാഗത്ത്, ഒരു വർഗീസ് പാപ്പച്ചൻ. സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ സമയത്ത് ജോലി പോയ ആൾ ഭാര്യയെയും മോനെയും നാട്ടിലേക്ക് അയച്ചു. കുടുംബത്തിൻ്റെ ഏക ആശ്രയം ഈ മനുഷ്യനാണ്. എന്നും പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ എന്നിട്ട് ഉത്തരങ്ങളൊന്നും കിട്ടുന്നില്ല. പലരോട് ഫോൺ വിളിച്ച് കടം മേടിച്ചു. അങ്ങനെ വീട്ടിലെ അത്യാവശ്യ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ ഒരു ദിവസം ഇദ്ദേഹത്തിന് സ്വന്തത്തിൽപ്പെട്ട ഒരാൾ അല്പം UAE ദിറം കൊടുത്തു വിട്ടു, KFC മേടിക്കാൻ വേണ്ടി. അദ്ദേഹം പോയി ഇത് മേടിക്കാൻ വേണ്ടി ക്യൂവിൽ നിൽക്കുമ്പം മുമ്പിൽ ഏതാനും അറബികൾ നിൽപ്പുണ്ട്. ഒരറബി ഈ പാഴ്സൽ മേടിച്ചു, നോട്ട് കൊടുത്തു. ചില്ലറ തിരിച്ച് കിട്ടിയത് പോക്കറ്റിലിട്ടപ്പം ഒരു തുട്ട് താഴെ വീണു, ഉരുണ്ട് പുറകോട്ട് പോകും. ഏറ്റവും പറയുന്ന വർഗീസ് പാപ്പച്ചൻ്റെ വലതുകാൽ പാദത്തിൽ അത് വന്ന് മുട്ടി. വർഗീസ് പാപ്പച്ചൻ ആ തുട്ട് എഴുതുകൊണ്ടുവന്ന് അറബിക്ക് കൊടുത്തു. അറബി താങ്ക് യു പറഞ്ഞ് തുട്ട് പോക്കറ്റിലിട്ടു. വർഗീസ് പാപ്പച്ചൻ തിരിച്ചു പോയി, അറബിയും പോയി. ഇപ്പം പോകാൻ നേരത്ത് ഈ വർഗീസ് പാപ്പച്ചൻ ഇറങ്ങി വരുമ്പോൾ പുറത്ത് തുറഞ്ഞ ജീപ്പിൽ ഡ്രൈവിംഗ് സീറ്റിൽ അറബി ഇയാളെ നോക്കി നിൽപ്പോൾ അടുത്ത് വിളിച്ചു, പേര് ചോദിച്ചു, കുടുംബം ചോദിച്ചു, ആൾക്കാരെ കുറിച്ച് ചോദിച്ചു. വർഗീസ് പാപ്പച്ചൻ്റെ കണ്ണ് നിറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതെൻ്റെ ഫോൺ നമ്പരാ, അത്യാവശ്യമെന്നും നീ എന്നെ വിളിച്ചോളുക. ഫോൺ നമ്പർ മേടിച്ച് വർഗീസ് പാപ്പച്ചൻ വീട്ടിലേക്ക് പോയി. അറബി സ്വന്തം വണ്ടിയിൽ അദ്ദേഹത്തിൻ്റെ സ്ഥലത്തേക്കും പോയി. എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ വർഗീസ് പാപ്പച്ചന് അത്യാവശ്യങ്ങൾ ആരംഭിക്കുക. പിറ്റേന്ന് എഴുന്നേറ്റ പാടെ ഈ നമ്പറിൽ വിളിച്ചു, ഇന്ന ഹോട്ടലിൽ ഇത്ര നമ്പർ മുറി വരാൻ പറഞ്ഞു. ചെന്നപ്പോൾ കാണുന്ന കാഴ്ച പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു വലിയ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഡിപ്പാർട്ട്മെൻറ്റിൽ പറഞ്ഞു, ഉരുളി എന്ന നാണയം എടുത്തു തന്ന ഇവൻ വിശ്വസ്തനാണ്, ഇവന് തീർച്ചയായിട്ടും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി കൊടുക്കണം. നിയമങ്ങൾ ഭേദഗതി ചെയ്തു. ഷാർജ പോലീസ് ജോലിയിലായി. ഇന്ന് ജയിൽ പുള്ളികളുടെ മേൽനോട്ടം, പല വകുപ്പുകൾ ചാർജായിട്ട് വർഗീസ് പാപ്പച്ചൻ ശോഭിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, സാമ്പത്തിക മാന്ദ്യം വന്നപ്പോൾ, ഉള്ള ജോലി നഷ്ടപ്പെട്ടപ്പോൾ എല്ലാം തീർന്നു എന്ന് കരുതി. പക്ഷേ അത് തീരുകയല്ല. ദൈവത്തിൻ്റെ ഇടപെടലും ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും തുടരുന്നതിൻ്റെ ഭാഗമായിരുന്നു. ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അനുദിന ജീവിത പ്രതിസന്ധികളിൽ, പ്രയാസങ്ങളിൽ തകർന്നു എന്ന് കരുതരുത്. അതിൻ്റെയൊക്കെ പുറകിൽ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയുമുണ്ട്. ചിലപ്പോൾ ചില കാര്യം സംഭവിക്കുമ്പോൾ എന്തിനെന്ന് ബുദ്ധിയിൽ ഉത്തരവില്ല. കാരണം ദൈവം ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകമതികളിൽ നിന്നും മറച്ചു വെക്കുന്ന ചില രഹസ്യങ്ങൾ ഉണ്ട്. ദൈവത്തിന് മാത്രമേ അറിയൂ. ഒരു മനുഷ്യനിങ്ങനെ സൈക്കിളിൽ പോയി ഒരു കടയുടെ വാതിൽക്ക് ചെന്ന് സൈക്കിളിൽ വെച്ച് ഫ്രൂട്ട്സ് മേടിക്കാൻ വേണ്ടി കയറി. ഫ്രൂട്ട്സ് മേടിച്ച് വന്നപ്പം സൈക്കിളില്ല, ഏതോ കള്ളം കൊണ്ടുപോയി. ഇയാൾ കരഞ്ഞ് നടന്ന് അവിടെ ഒരു പള്ളിയിൽ ചെന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ സൈക്കിൾ തിരിച്ചു തരണേ. പിന്നെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ വഴി സൈഡിൽ ഒരു മരത്തെ ചാരി സൈക്കിൾ വെച്ചിരിക്കുന്നു. സൈക്കിൾ കിട്ടിയ മനുഷ്യൻ സന്തോഷത്തോടെ ആ സൈക്കിളും തള്ളിക്കൊണ്ട് തിരിച്ചു വന്നു. തിരിച്ച് ഈ പള്ളിക്ക് വന്നിട്ട് സൈക്കിൾ കിട്ടുന്ന നന്ദി പറയാൻ വേണ്ടി അകത്ത് കയറി.
നന്ദി പറഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ആ സൈക്കിൾ വേറെ ഏതോ കള്ളൻ തള്ളിക്കൊണ്ടുപോയി. നമുക്ക് ഉത്തരങ്ങളില്ല ചില കാര്യങ്ങൾ. ഉത്തരം വരാത്തപ്പം ബുദ്ധിക്കപ്പുറത്തേക്ക് നമ്മൾ വളരുക എന്നുള്ളതാണ്. അവിടെയൊക്കെ മനസ്സിലാക്കുക, എനിക്കറിയാത്ത ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്, ദൈവത്തിൻ്റെ പ്ലാനുണ്ട്. ആ പദ്ധതി, ആ പ്ലാൻ പ്രകാരം ദൈവം ചെയ്തോളും എന്നുള്ള ഉറച്ച വിശ്വാസം, ദൈവം നടത്തി തരുമെന്നുള്ള ഒരു വലിയ ഉറച്ച വിശ്വാസം, ഇത് ജീവിതത്തിൽ നമുക്കെന്നും സാധ്യതയായി നമ്മളോടൊപ്പം നടക്കണം. ഒരുപക്ഷെ കുട്ടിക്കാലങ്ങളിലുണ്ടാകുന്ന ചില മുറിവുകൾ, ചില നൊമ്പരങ്ങൾ പിന്നീട് ഭാവിയിൽ മുതൽക്കൂട്ടായിട്ട് മാറാറുണ്ട്. ബാല്യകാലങ്ങളിലെ ചില കഷ്ടതകൾ, ചില അലച്ചിലുകൾ പിന്നീട് ഒരുപാട് നന്മയ്ക്കായി മാറാറുണ്ട്. അതുകൊണ്ടാണ് ഒരുപാട് സഹിച്ചവർ മറ്റുള്ളവരെ സഹായിക്കും. ഒത്തിരി നൊമ്പരം അനുഭവിച്ചവർ മറ്റുള്ളവർക്ക് സ്നേഹത്തിൻ്റെ കരങ്ങൾ നീട്ടിക്കൊടുക്കും. കാരണം അവരുടെ സഹനം, അവരുടെ വേദന അവരെ പരിചയിപ്പിച്ച ഒരു രീതിയുണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലാവും ഇതിൻ്റെ എല്ലാം പുറകിൽ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. ഇന്ന് പുറകോട്ട് നോക്കുമ്പം നമുക്ക് പറയാൻ പറ്റണം, ഇന്നെന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഇപ്പോൾ എന്താണോ പദ്ധതി തന്നെ, നാളെ എന്തായിത്തീരുമോ അതും ഈശ്വരൻ്റെ പദ്ധതിയാണ്. ആ ഉറപ്പ് നമുക്ക് വേണം. ഒരുപക്ഷെ എനിക്ക് ഇഷ്ടമില്ലാത്ത സ്വഭാവമുള്ള ഒരു ഭാര്യയെ ദൈവം തന്നിരിക്കും. പൊട്ടിത്തെറിക്കുകയല്ല, ശോഭിക്കുകയല്ല, അതിലൂടെ ദൈവത്തിന് എന്തോ പദ്ധതിയുണ്ട് എന്നെ നേടിയെടുക്കുവാൻ. എനിക്കിഷ്ടമില്ലാത്ത സ്വഭാവമുള്ള മക്കളെ തന്നേക്കാം. നീറുകയല്ല, നിരാശപ്പെടരുത്. ദൈവത്തിന് അതുവഴി ഒരു പദ്ധതിയുണ്ട്, അതൊന്നും ഓർക്കണം. ഒരു ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, നീ ഒരുപാട് ധ്യാനം കൂടാൻ പോകുന്നു, എന്നാ ഗുണമാടിയിരിക്കുന്നത്, ഇത്രയും ധ്യാനം കൂടിയിട്ടും നിനക്കെന്താ മെച്ചം? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഞാൻ ധ്യാനം കൂടിയില്ലാണെങ്കിൽ തന്നെ പണ്ടേ വിഷം നിന്ന് കൊല്ലുമായിരുന്നു. കൊല്ലാത്തതിൻ്റെ കാരണം ധ്യാനം കൂടിയതാ. ചിലപ്പം ചില കാര്യങ്ങൾ ചിലത് സംഭവിക്കുമ്പോൾ പുറകോട്ട് തിരിഞ്ഞ് നോക്കി പറയാൻ പറ്റണം, തമ്പുരാൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് ഈ സ്വഭാവമുള്ള കെട്ടിയവൻ, ഈ സ്വഭാവമുള്ള ഭാര്യ, ഈ സ്വഭാവമുള്ള മക്കൾ. ഇതെല്ലാം ദൈവത്തിൻ്റെ പ്ലാനും ദൈവത്തിൻ്റെ പദ്ധതിയുമാണ്. എൻ്റെ ബുദ്ധിക്ക് അഗ്രാഹ്യമാണ്, പക്ഷേ തമ്പുരാന് അതിൻ്റെ പുറകിൽ ഒരു വലിയ പ്ലാനുണ്ട്. ജീവിതയാത്രയിൽ ചെറുതും വലുതുമായ തകർച്ചകൾ, നൊമ്പരം വരുമ്പോൾ ഒരിക്കലും തളരുകയല്ല, പിടിച്ചു നിൽക്കുക, ബലത്തോടെ നിൽക്കുക. എന്നിട്ട് പറയണം, എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും ദൈവം പഠിപ്പിക്കുന്ന ഒരു പദ്ധതിയുണ്ട്, ദൈവത്തിൻ്റെ ഒരു പ്ലാനുണ്ട്, ഇതനുസരിച്ചാണ് സകലതും സംഭവിക്കുക. ഒരു പക്ഷേ എനിക്ക് വളരെ നല്ലതെന്ന് തോന്നുന്നത് നാളെ നല്ലതാകണമെന്നല്ല. അതുകൊണ്ടല്ലേ പ്രായമുള്ളവർ പറയുക, പ്രിയമായത് വലുതും ഹിതമല്ല, ഹിതമായത് വലുതും പ്രിയമല്ല. പഞ്ചസാര രോഗിക്ക് പഞ്ചസാര പ്രിയമാണ്, പക്ഷേ ഹിതമല്ല. പാവയ്ക്ക നമുക്ക് പ്രിയമല്ല, പക്ഷേ ഹിതമാണ്. ചിലപ്പോൾ മുറിവുള്ള ചില അനുഭവങ്ങൾ പ്രിയപ്പെട്ടതല്ല, പക്ഷെ നമ്മുടെ നന്മയ്ക്ക് ഉപകാരമാകും. ചിലപ്പോൾ ഒത്തിരി സന്തോഷം തോന്നുന്നത് നമ്മുടെ കൃപയ്ക്ക് തടസ്സമായി മാറും. എന്തു തന്നാലും രണ്ട് കൈ നീട്ടി നമുക്ക് സ്വീകരിക്കാം, എന്തും ഏതും. ഇന്ന് ഈ ദിവസം ചിന്ത പങ്കുവെക്കാൻ നമുക്കും അപ്രിയ സത്യങ്ങൾ അനുഭവമായിട്ട് വരുമ്പോൾ തകരുകയല്ല, തളരുകയല്ല. അതിനു മുമ്പിൽ ഇതാണ് ദൈവഹിതം, ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കാത്ത ദൈവത്തിൻ്റെ പ്ലാനുണ്ട്, പദ്ധതിയുണ്ട്. ആ തിരിച്ചറിവിൽ ജീവിക്കാനും ദൈവത്തിന് നന്ദി പറയുവാനും നമുക്ക് കഴിയട്ടെ. തമ്പുരാൻ്റെ പദ്ധതികൾ ബുദ്ധിക്ക് അഗ്രാഹ്യമാണ്, പക്ഷെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമല്ല. ഈ ചിന്ത ഇന്ന് ഹൃദയത്തിൽ ആഴമായി സൂക്ഷിക്കാം. നന്ദി, നമസ്കാരം.